സോ ഹായ് ഗൈസ്, എൻ്റെ പേര് ഓസ്റ്റിൻ. ടെക്ടാങ്കിളിലെ പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പോപ്പുലർ ആയിട്ടുള്ള അശ്വിൻ റാമിൻ്റെ മ്യൂസിക്കൽസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് വീഡിയോയുടെ ഒരു മ്യൂസിക് സെറ്റപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതൊരു കംപ്ലീറ്റ്ലി DIY സെറ്റപ്പാണ്. നിങ്ങൾക്കപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും കൂടി ഞെക്കിക്കഴിഞ്ഞാൽ ഞാൻ അടുത്തതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇതുപോലെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റോൾ ചെയ്യാം, വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് ഏകദേശം ഉള്ളൊരു സെറ്റപ്പ്. അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്ന ഒരു ബ്ലൂ വോളാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ അനലൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലൂ വോളിലോട്ട് ഏകദേശം ഒരു പേർപ്പിൾ അല്ലെങ്കിൽ ഒരു പിങ്ക് കളർ ലൈറ്റ് നമ്മൾ അടിയിൽ നിന്നാണ് ആക്ച്വലി ഇങ്ങനെ മുകളിലോട്ട് കൊടുത്തിരിക്കുന്നത്. അതൊരു ബീം ഓഫ് ലൈറ്റ് ആയിരിക്കാം. ആക്ച്വലി നമ്മൾ ആ വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ ഒരു പാർട്ടിൽ ആക്ച്വലി ആ യൂസ് ചെയ്തിരിക്കുന്ന ലൈറ്റ് കാണിക്കുന്നുണ്ട്. ഈ ഡാൻസ് പ്രോഗ്രാംസിനൊക്കെ ഈ സ്റ്റേജിൽ കാണുന്ന ഒരു ടൈപ്പ് ലൈറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ലൈറ്റൊക്കെ ഏകദേശം ഒരു 250 രൂപയ്ക്ക് നിങ്ങൾക്ക് റെൻറ്റിന് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ നിന്ന് ആ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഉള്ള ഈ ലൈറ്റാണ് ഉപയോഗിക്കുന്നത്. ഇത് സാധാ ഒരു 500 രൂപയുടെ LED ബൾബാണ്. നമുക്ക് ആക്ച്വലി കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റാണത്. ഇതിപ്പോൾ ഒരു ക്ലോസപ്പ് ഷോട്ടാണ്. നിങ്ങൾക്ക് ആക്ച്വലി ഞാനൊന്ന് വൈഡാക്കി കഴിഞ്ഞാൽ ഈ ഫുൾ സെറ്റപ്പ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സാധാ ഫ്ലഡ് ലൈറ്റും അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡും ഒരു സോഫ്റ്റ് ബോക്സാണ്. അപ്പോൾ ഇതാണ് ആ സോഫ്റ്റ് ബോക്സ് നിങ്ങൾ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് തന്നെ ഉപയോഗിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഏതൊരു ടൈപ്പ് ലൈറ്റ് ആയാലും ഈ ഒരു പേർപ്പസിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു ലൈറ്റ് സ്റ്റാൻഡും അതുപോലെ തന്നെ ഒരു LED ബൾബും ആ സൈഡിലായിട്ട് നമ്മൾ വേറൊരു ലൈറ്റ്. ആ ലൈറ്റ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്ലൂ ഷെയ്ഡ് കിട്ടാനായിട്ട് നമ്മൾ ആക്ച്വലി ഒരു റാപ്പാണ് ചെയ്തിരിക്കുന്നത്. അതായത് റാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് പേപ്പറൊക്കെ നമ്മൾ പറയില്ലേ, ഗ്ലാസ് പേപ്പർ വെച്ചിട്ടുള്ള ഒരു റാപ്പാണ്. ഒരു ബ്ലൂ ഗ്ലാസ് പേപ്പറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. നമ്മളിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ആ കാണുന്ന പോലെ നമുക്കൊരു ബ്ലൂ വാൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ലൈറ്റ് നമ്മുടെ ഒരു സൈഡിലോട്ട് കൊടുത്ത് വാളിൻ്റെ ഒരു സൈഡിൽ നമ്മളൊരു ബ്ലൂ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ സൈഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പേർപ്പിൾ ഒരു വയലറ്റ് കളറിലൊരു ഷെയ്ഡാണ്. നമ്മളൊന്ന് ക്ലോസപ്പ് എടുത്തതിന് ശേഷം നമുക്കത് പ്രീമിയർ പ്രോയിൽ അല്ലെങ്കിൽ നമുക്കതൊരു ലൈറ്റ് റൂമിൽ നമുക്കിത് എഡിറ്റ് ചെയ്ത് ആ ഒരു ലുക്ക് അച്ചീവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടണും കൂടി ഞെക്കിക്കഴിഞ്ഞാൽ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെ ബൈ, പീസ്.